സംസ്ഥാനത്ത് വയറിളക്ക രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. മഴയും ഈച്ചശല്യവുമാണ് രോഗം വ്യാപിക്കുന്നതിന് കാരണം. തിരുവനന്തപുരത്ത് മാത്രം പ്രതിദിനം 400-ലധികം പേരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത്. സംസ്ഥാനത്ത് വയറിളക്ക രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയാണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ രോഗബാധ. 400-ലധികം പേരാണ് ഒരു ദിവസം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നത്. കുട്ടികളിലും പ്രായമായവരിലും ഉണ്ടാകുന്ന വയറിളക്കം കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ നിർജ്ജലീകരണത്തിനും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മഴയും ഈച്ചശല്യവുമാണ് രോഗം വ്യാപിക്കുന്നതിന് കാരണം. മാത്രമല്ല, ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഭക്ഷണം എന്നിവയും രോഗം പടരാനുള്ള കാരണങ്ങളാണ്. കിണറും മറ്റു കുടിവെള്ള സ്രോതസ്സുകളും കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക, ഹോട്ടലുകളിൽ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരത്ത് 3 പേരിൽ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തതും കടുത്ത ആശങ്കയാണ്. ജനം, തിരുവനന്തപുരം.